മിനി സ്ക്രീൻ റിയാലിറ്റി ഷോയിലൂടെ സിനിമകളിലും സീരിയലിലും എത്തുകയും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടുകയും ചെയ്ത അഭിനേത്രിയാണ് നടി മഞ്ജു പത്രോസ് എന്നറിയപ്പെടുന്ന മഞ്ജു സുനിയച്ചൻ. വിവാഹിതയും ഒരു ആൺകുട്ടിയുടെ അമ്മയുമായ മഞ്ജു വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരിച്ച ശേഷമാണ് സിനിമാ അവസരങ്ങൾ കൂടുതൽ ലഭിച്ചു തുടങ്ങിയത്. പൊതുവെ അഭിനേതാക്കളുടെ വ്യക്തിജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട്. മഞ്ജുവിൻ്റെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം ഭർത്താവിൻ്റെ പേര് നീക്കം ചെയ്ത് പിതാവിൻ്റെ പേരായ പത്രോസ് എന്ന് ചേർത്ത് വെച്ചത് കൊണ്ടാണ്. മുമ്പ് മഞ്ജു സുനിയച്ചൻ എന്നായിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നടി നൽകിയിരുന്ന പേര്. കുറച്ചു കാലം മുമ്പ് സുനിയച്ചൻ എന്ന പേര് നീക്കം ചെയ്ത് മഞ്ജു പത്രോസ് എന്ന പേര് മാറ്റി നടി. പത്രോസ് താരത്തിൻ്റെ പിതാവാണെന്ന് മനസ്സിലാക്കാതെ പലരും പേരുമായി ചേർത്ത് പുതിയ കഥകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു. പത്രോസ് ആരാണ് എന്ന ചോദ്യത്തിന് കുറെ കാലം നേരിട്ടത് പറയുകയാണ് ഇപ്പോൾ മഞ്ജു. കുടുംബസമേതം സിനിമ കാണാൻ എത്തി പറഞ്ഞവേ മാതാപിതാക്കളെ മീഡിയയ്ക്ക് മഞ്ജു പരിചയപ്പെടുത്തി. പപ്പയുടെ പേര് പത്രോസ് ആണെന്ന് മഞ്ജു പറയുകയും വീഡിയോയിൽ കേൾക്കാം. ഇതെൻ്റെ പപ്പയാണ്. എൻ്റെ പേരിൻ്റെ ബാക്കിയുള്ള പത്രോസ് ഇദ്ദേഹമാണ്. മഞ്ജു പത്രോസിലെ പത്രോസാണ്. പണ്ടൊക്കെ പലരും മഞ്ജു പത്രോസ് എന്ന് കേൾക്കുമ്പോൾ ചോദിക്കാറായിരുന്നു ഇവളിപ്പോൾ സുനിയച്ചനെ ഉപേക്ഷിച്ച് പത്രോസിൻ്റെ കൂടെയാണോ എന്ന്. പക്ഷെ ഇതായിരുന്നു ആ പത്രോസ് എന്നാണ് മഞ്ജു തമാശ കലർത്തി പറഞ്ഞത്. മാതാപിതാക്കൾക്കൊപ്പമുള്ള മഞ്ജുവിൻ്റെ വീഡിയോ വൈറലായോടെ ഇത്തവണയും ഭർത്താവ് സുനിയച്ചൻ എവിടെയെന്നുള്ള കമൻറ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഞ്ജുവിൻ്റെ മകനും ഒപ്പം ഭർത്താവിനെയും കാണാറില്ല. മഞ്ജുവും സുനിയച്ചും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഇരുവരും ഡിവോഴ്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് സുനിയച്ചനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് വന്ന കമൻറ്റിന് മഞ്ജു ആരാധകർ ചിലർ നൽകിയ മറുപടി. ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവിനെ സെപ്പറേറ്റ് ആക്കുന്നതാണ് നല്ലതെന്ന് കമൻറ്റുകൾ ചിലർ കുറിക്കുന്നുമുണ്ട്. വിവാഹശേഷമാണ് മഞ്ജു ജീവിതത്തിൽ ഏറ്റവും മോശമായ കാലഘട്ടത്തിലേക്ക് കടന്നുപോയതും. സുനിയച്ചിനെ വിവാഹം ചെയ്ത് വൈകാതെ തന്നെ മഞ്ജുവിൻ്റെ കഷ്ടപ്പാടുകൾ തുടങ്ങിയിരുന്നു. കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജുവിനെ സുനിയച്ചൻ വിവാഹം ചെയ്യുന്നത്. അതിനാൽ തന്നെ കടങ്ങളിൽ ചിലത് തീർക്കാനായി തൻ്റെ സ്വർണം മുഴുവൻ ഭർത്താവ് മഞ്ജുവിന് നൽകി. മാത്രമല്ല ചിലവുകൾ അനുസരിച്ച് വരുമാനം കണ്ടെത്താനും ബുദ്ധിമുട്ടായിരുന്നു. ഏറെക്കാലം മഞ്ജുവും ഭർത്താവും കുഞ്ഞും വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. കടബാധ്യത പരിഹരിക്കാനും ബുദ്ധിമുട്ടിയ കാലത്ത് കിഡ്നി വിറ്റാലോ പോലും എന്ന് ചിന്തിച്ചിട്ടുണ്ട് മഞ്ജു ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. വെറുതെയല്ല ഭാര്യയിൽ ഭാഗമായ ശേഷം അഭിനയത്തിനുള്ള മികവ് ഉപയോഗപ്പെടുത്താൻ മഞ്ജുവിന് അവസരം ലഭിച്ചു. മോഹൻലാൽ സിനിമകളിൽ വരെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ലഭിക്കുകയും ചെയ്തു.